ആക്ച്വലി കുട്ടിക്കാലത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ അധികം ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളത്. പക്ഷെ നല്ല വെതറാട്ടോ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, എനിക്കിത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് നിർബന്ധം തോന്നി. നിങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യം മറ്റൊരാൾ വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് പ്രയോജനം? എന്ത് അർത്ഥവത്തായ വാക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ റേനെ, മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് പാഞ്ചാലിമേട്. സിപ്ലൈനൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാഞ്ചാലിമേട്. 5:30 വരെയാണ് അതിൻ്റെ അകത്തേക്ക് എൻട്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന സമയം എങ്ങനെ 3:30 ആയിട്ടേ ഉള്ളൂ. പാഞ്ചാലിമേട് എന്ന് പറയുന്നത് ശരിക്കും ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. അപ്പം നമ്മളിത് കുട്ടിക്കാലത്ത് നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാഞ്ചാലിമേട് എത്താൻ പറ്റും. ഭയങ്കര രസമാട്ടോ. അതിൻ്റെ അകത്ത് നല്ല തണുപ്പും നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര ഭംഗി, അത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതെനിക്ക് നിങ്ങളോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പം ഭയങ്കര ഫ്ലവേഴ്സും ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു സ്ഥലം, അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളങ്ങനെ പാഞ്ചാലിമേടിൻ്റെ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഭയങ്കര രസമാണ് ഒന്നിവിടെ കാണാനായിട്ട്. പിന്നെ ഭയങ്കര ക്ലീനാണ്. ഇവിടുത്തെ ചാർജ് വരുന്നത് പിള്ളേർക്ക് 15 രൂപയും വലിയവർക്ക് 25 രൂപയാണ്. പക്ഷെ അതൊട്ടും നഷ്ടമല്ല. ആക്ച്വലി ഇവരിവിടെ അകത്തെ ചെയ്തിരിക്കുന്ന ക്ലീനിങ് അത്ര നീറ്റായിട്ടാണ്, ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇവിടെ ഒരു കുരിശുമലയുണ്ട്. ഇങ്ങനെ 14 സ്ഥലങ്ങളുടെ ഒരു കുരിശുമല ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഈസ്റ്റർ അല്ല ദുഃഖവെള്ളിയുടെയൊക്കെ സമയത്ത് ഇവിടെ കുരിശിൻ്റെ വഴി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇടിമിന്നലുള്ള സമയത്ത് നിൽക്കരുതെന്ന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇടിമിന്നലേക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് താഴേക്കുള്ളൊരു വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അയ്യോ ഭയങ്കര രസമാണ് കേട്ടോ. ലിറ്ററലി കോട ഇറങ്ങിയിട്ട് ഭയങ്കര ഭംഗിയായിട്ടാണ്. സമയം 4:40 ആയിട്ടേ ഉള്ളൂ. ഭയങ്കര രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് പറയാനറിയത്തില്ല. എന്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. കുറേ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല ഫോട്ടോ ഫ്രെയിംസ് ആയിട്ടുള്ള, അല്ലെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈനും വന്നിരിക്കുന്നത് പാഞ്ചാലിമേട് നിന്നാണെന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, ഇത് അവിടുന്ന് അവിടെ പോയി നിൽക്കുന്നതാണ്. പക്ഷെ നിലവിൽ ഇപ്പോൾ ആരും കയറുന്നില്ല. ഞാൻ കയറണം എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ സമയം പോയെന്നും പറഞ്ഞ് ഞാനിപ്പോൾ നിലവിൽ കയറ്റുന്നില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഇച്ചിരി കൂടെ ഒന്ന് വലുതാകട്ടെ. ഇത് മെയിനായിട്ട് ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഫ്രെയിം ശരിക്കും 360 ഡിഗ്രിയിൽ കറങ്ങും. അപ്പം നമുക്ക് ഈ ഫ്രെയിമിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാറി നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. ഇപ്പോൾ സന്ധ്യ 5 മണിയൊക്കെ ആകുന്നുണ്ട്. മൊത്തം മഞ്ഞിറങ്ങി നമുക്കെന്താ പറഞ്ഞേ ക്ലൗഡ് ബെഡൊക്കെ കാണാം.